കിടികളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ നെസ്ലിൻ, അതുപോലെ തന്നെ ഗണപതി, ബിബി ജീൻ, അതുപോലെ പിന്നെ ആരാ, അതുപോലെ ഷെൻടോൺ ചാക്കോ, അതുപോലെ കുറേയധികം ആക്ടേഴ്സ് അണിനിരന്നിട്ടുള്ള ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. സോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ തല്ലുമാല എന്നും പോലെ പ്രത്യേകിച്ചൊരു കഥ എന്നില്ല, ഒരു സിംഗിൾ ലൈനിൽ അന്ന് നമ്മുടെ ഡയറക്ടർ സാർ പറഞ്ഞ പോലെ ഗ്രേസ് മാർക്കിന് വേണ്ടി കുറച്ച് +2 പിള്ളേർ ബോക്സിങ് പഠിക്കാൻ ഇറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ഇടികൊള്ളുന്നു. ഇത്രേ ഉള്ളൂ പടത്തിൻ്റെ കഥ. ഇത് തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് പോയി, അത് തന്നെ കിട്ടി. കിഡിലെ മൂവി, ഒന്നും പറയാനില്ല. നേരെ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ, അത്ര നൈസ് പടമാണ്. ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ വന്നത് U/A7+ ആണ്. സോ അധികം തന്നെ ഒന്നും തന്നെ ഇല്ല. തെറിവിളിയോ അതുപോലെ തന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വയലൻസോ സെക്സ് സീൻസോ അങ്ങനെ ഒരു തരത്തിലുള്ളതില്ല. ഫാമിലി ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമ. ഓരോരുത്തരുടെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. അതുപോലെ നമ്മുടെ നെസ്ലിൻ സിനിമയ്ക്ക് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ബോഡിയൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു സീനൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇതിൽ ഓരോ ആക്ടേഴ്സും നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ ഇടി വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. നമ്മൾ ടൊവിനോൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടതാണ് തല്ലുമാലയുടെയൊക്കെ സമയത്തുള്ളത്. അതുപോലെ ഇതിലും നല്ലോണം ഇടി വാങ്ങിച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്നെ ഞെട്ടിച്ചത് നെസ്ലിനോ ബേബി ജീനോ അതുപോലെ ലുക്മാനോ ഒന്നല്ല, എന്നെ ഞെട്ടിച്ചത് ഗണപതിയാണ്. എൻ്റെ മോനെ ഇജാതി ലുക്കായിരുന്നു മനുഷ്യൻ. അത്ര ലുക്കും അതുപോലെ തന്നെ ബോഡിയും ആക്ടിങ് വൈസും എന്നെ ഈ സിനിമയിൽ ഞെട്ടിച്ചത് ഗണപതിയാണ്. ഗണപതിയുടെ ആക്ടിങ് പൊട്ടൻഷ്യൽ ആൾ പുറത്തെടുത്തു. ആളുടെ ലുക്ക് അത് ഒക്കെ നൈസായിരുന്നു. എനിക്ക് സിനിമയിലെ ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത് സിനിമയിലെ മ്യൂസിക്സാണ്. നമ്മുടെ വിഷ്ണു വിജയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടി അതിലെ ഓർത്തു വയ്ക്കത്തക്ക ഒരു ഗാനങ്ങളോ ഇത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അതൊരു മറ്റേ നാരങ്ങ ലെമൺ എന്നൊക്കെ പറയുന്നൊരു പാട്ടാണ് കുറച്ചെങ്കിലും നൈസായിട്ട് തോന്നിയത്. അതെന്നെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആഫ്റ്റർ ഓൾ അത് ഒട്ടും തന്നെ സിനിമയെ ബാധിക്കുന്നില്ല. പിന്നെ സിനിമയിലെ ബീജിയംസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്നാലും മനസ്സിൽ നിൽക്കുന്ന പോലത്തെ അല്ലെങ്കിലും ഓവറോൾ ടെക്നിക്കൽ സൈഡ്സൊക്കെ മ്യൂസിക് മാത്രമാണ് കുറച്ച് ലോ ആയിട്ട് തോന്നിയത്. ബാക്കി എഡിറ്റിംഗ് ആയാലും ക്യാമറ വർക്ക് ആയാലും ഒക്കെ നൈസാണ്. ഖാലിദ് റഹ്മാൻ്റെ അനിയനാണ് ഇതിൽ ക്യാമറ വർക്ക് ചെയ്തത്. കിട്ടലായിട്ടുണ്ട് ഓരോ ക്യാമറ വർക്കും ഫ്രെയിമും അതുപോലെ ഓരോ സീൻസും. ആകെ സിനിമ 2 മണിക്കൂർ 20 മിനിറ്റുള്ള അതിൽ ഫസ്റ്റ് ഹാഫ് പോണതറിയില്ല. അത്ര ഫാസ്റ്റായിട്ടാണ് പോവുക. നമ്മളെ അത്ര എൻഗേജ് സ്ക്രീൻ പ്ലേ ഇങ്ങനെ പട്ടേന്നാണ്. സംഭവം പറയുമ്പോൾ ചെറിയൊരു സ്റ്റോറിയുള്ളൂ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫാസ്റ്റിൽ അവർ കാണിച്ചു പോകുന്നുണ്ട്. അത്ര സ്പീഡിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് നമുക്ക് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് സ്ഥലത്ത് എനിക്ക് പേഴ്സണലി കുറച്ച് സ്ഥലത്ത് ലാഗ് അടിച്ചു. എന്നാലും അത്ര വലിയ ഇങ്ങനെ സഹിച്ച് ഇങ്ങനെ കണ്ണുമുത്തി ഫോണൊന്നും നോക്കിയിരിക്കേണ്ട അത്ര ലാഗൊന്നുമല്ല. എന്നാലും ഞാൻ പൊതുവെ ഫോണൊന്നും നോക്കാറില്ല, സിനിമ കാണുമ്പോൾ സിനിമ ആസ്വദിക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ആഫ്റ്റർ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച്, ഫൺ വാച്ച് മൂവി. എല്ലാവരും അഭിനയിക്കോട്ടെ നെസ്ലിനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ജെൻസി കാലഘട്ടമല്ലേ, പറയുമ്പോൾ ഞാനൊരു ജെൻസിയാണ്. എന്നാലും എനിക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റായിരിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ പാരൻസ് കാണുമ്പോഴായാലും നമുക്ക് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് കുറച്ച് പേർക്ക് തോന്നിപ്പോയെങ്കിലും നമ്മൾ ആ ഒരു ഇതിനൊപ്പം ആക്സെപ്റ്റ് ചെയ്ത് വരും. ഓവറോൾ ഇറ്റ്സ് എ ഫൺ മൂവി തന്നെ. കുറച്ച് നേരമായി ഞാൻ പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. ഇനി നമുക്ക് സിനിമകൾ കാണാനുണ്ട്. മരണമാസ്, ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, ഇതൊക്കെ കാണാനുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നതായിരിക്കും. ഓവറോൾ എൻ്റെ അടുത്തൊരു റേറ്റിംഗ് പറയാൻ പറഞ്ഞാൽ 10-ൽ 9 ഞാൻ കൊടുക്കും. കാരണം മ്യൂസിക്കാണ് ഒരു സിനിമേനെ ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്നത്. ഈ കഴിഞ്ഞിറങ്ങിയ എമ്പുരാനിൽ വരെ ദീപക് ദേവ് നമ്മളെ പറ്റിച്ചാണ്. ഇതുപോലെ വിഷ്ണു വിജയൻ നമ്മളെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. കാരണം മ്യൂസിക് ബാക്ക് ഇത്തിരി ഡ്രോബാക്ക് ആയിരുന്നു. ഞാൻ പറയുന്നത് കുറച്ചും കൂടി നല്ല വിഷ്ണു വിജയൻ നല്ലൊരാളാണ്, പക്ഷേ ആൾ കുറച്ചും കൂടി നല്ല മ്യൂസിക്കുകൾ കൊണ്ടുവന്നിട്ട് മ്യൂസിക് വൈസ് ട്രെൻഡ് ആവണമെങ്കിൽ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു അപ്പ് കിട്ടിയാണ്. ഇതിപ്പോൾ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വേറെ യൂസ് ചെയ്യേണ്ടി വന്നത്. ഇതിപ്പോൾ മ്യൂസിക് തന്നെ നല്ല ഹിറ്റ് ആവണമെങ്കിൽ ആ ഒരു സോങ് ലെമനേഡ്, ആ ഒരു സോങ് മാത്രമാണ് കുറച്ചും കൂടി എന്താ പറയുക ക്യാച്ച് ആയിട്ടുള്ളതിലുള്ളത്. ബാക്കിയൊന്നും വലിയ കാര്യമില്ല. ബട്ട് ഫൈറ്റ് കോറിയോഗ്രാഫി, ടെക്നിക്കൽ, ആക്ടിങ്, ബോഡി, ഡെഡിക്കേഷൻ അല്ലാതെ പീക്കാണ്. പിന്നെ നെസ്ലിൻ്റെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. പിന്നെ തല്ലുമാലേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊരു ഇതെന്ന് വെച്ചാൽ ഇത് ലീനിയർ ഓർഡറിലാണ് പോകുന്നത്. അതായത് തുടക്കം തൊട്ടേ അവസാനം വരെ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊന്നുമില്ല. നേരെ പടം പോകുന്നു, നേരെ പോയി അവസാനിക്കുന്നു. ഒരു സ്ഥലത്ത് തുടങ്ങുന്നു, ഒരു സ്ഥലത്ത് അവസാനിക്കുന്നു. പക്ഷേ തല്ലുമാല അങ്ങനെയല്ല. തുടക്കം ആദ്യം കാണിച്ച് അവസാനം അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇതിലെ ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ പിന്നെ
പിന്നെ ഭയങ്കര വലിയ കഥയോ സംഭവം ഒന്നും നമ്മൾ പറയുന്നില്ല. അത് പോവുക, കാണുക, വിസിലടിക്കുക, ചിരിക്കുക, എൻജോയ് ചെയ്യുക, പോരുക. അത്രേ ഉള്ളൂ ആലപ്പുഴ ജിങ്കാന. ഇനി നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിലെത്തുന്നവരെ അണ്ടിൽ ദെൻ ദിസ് യുവർ ധ്യാൻ ദിവി സൈനിങ് ഓഫ്.